ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല കുറേ കളക്ഷൻസും കൊണ്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്ദിയുണ്ട്. അപ്പോൾ കണ്ടമാനം പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഈ നമ്പർ കിട്ടിയ കാരണം എല്ലാവരും അത് സേവ് ചെയ്തിട്ട് അതിൽ കൂടെ എൻക്വയറി നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും പിന്നെ കുറച്ച് വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറ്റാവുന്ന പോലെ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പതിവ് പോലെ നമ്മളുടെ കാശിൻ്റെ കമ്മലാണ് കേട്ടോ. അപ്പോൾ ഈ കാശിൻ്റെ കമ്മലെന്ന് പറയുമ്പോൾ ചിലർക്ക് ലക്ഷ്മിയുടെ വേണമെന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ലക്ഷ്മിയുടെ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് അധിക ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ തലയാണ് അത് ഉണ്ടാവുക നമ്മുടെ കോയിനിൽ വരുന്ന. അപ്പോൾ ഇങ്ങനെ 5 പാറ്റേണാണ് കാശിൻ്റെ വന്നിരിക്കുന്നത്. ഒന്ന് സിംഗിളായിട്ടുള്ളത്, പിന്നെ വൈറ്റ്, പിന്നെ ഗോൾഡൻ മണിയായിട്ട്, പിന്നെ ബ്ലാക്ക്, പിന്നെ മെറൂണായിട്ട്. അങ്ങനെ ഈ 5 പാറ്റേണാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടമാനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ. 3ൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതുള്ളൂ കേട്ടോ കയ്യിൽ. അപ്പോൾ പതിവ് വഴി ഞാനിപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ വീഡിയോസും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാറ്റേൺ. ഒരു 5-6 ബോൾ, മുകളിലൊരു മുന്തിരിക്കോലയും താഴെ ഇത് വളരെ ചെറുതാട്ടോ. വളരെ ചെറുതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വിരലുമ്പോൾ വെച്ച് നോക്കിയറിയാം. അതിങ്ങനെ കാതിൽ പറ്റി കിടക്കണം, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് 2 പിന്നെ ഒരു കുഞ്ഞു ഞാലി. ഞാൻ പറയാറില്ലേ, ചിലവർക്ക് ഒരു ചെറിയ ഞാലി വേണമെന്ന് നിർബന്ധം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് അത്. ഇത് 2 കുട്ടി കാശിൻ്റെ മുകളിൽ ഒരു മെറൂൺ സ്റ്റോൺ, റൂബി അല്ല കേട്ടോ, മെറൂണാണ് അത് കേട്ടോ. ഇനി തെറ്റിദ്ധരിച്ചിട്ട് റൂബിയാണെന്ന് വിചാരിക്കായിക്കോ. ഇത് കുട്ടി കാശിൻ്റെ മുകളിൽ ബ്ലാക്ക് സ്റ്റോണാണ്, 2 സ്റ്റോൺ വീതമുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാട്ടോ. വളരെ കുഞ്ഞിയ കാശ്, വലിയ കാശിൻ്റെ കമ്മൽ പണ്ടൊക്കെ വന്നിരുന്നു. പക്ഷേ ഇത് ചെറിയ 2 കുഞ്ഞു കാശ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇടാവുന്ന പോലെ. അങ്ങനെ 5 പാറ്റേണാണ് ഈ കാശിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 പാറ്റേണും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇത് നമ്മൾ അതുപോലെ തിരിച്ച് പറയുന്നു, സ്റ്റോൺസിൻ്റെ കമ്മലുകൾക്കും വളകൾക്കും ഓർണമെൻറ്റ്സിനാണ് വില കൂടുതൽ. ഇങ്ങനത്തെ ഓർണമെൻറ്റ്സിന് അങ്ങനെ അധികം വില വരില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ ലക്ഷ്മിയുടെയാണ്. ഇത് വളരെ പറ്റിക്കെടുക്കുന്നതാണ് ഫസ്റ്റ് കാണിച്ചത്. ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലക്ഷ്മിയുടെ കമ്മലാണ് കേട്ടോ. ഇത് അത്ര ഹെവിയും അല്ല എന്നാൽ അത്ര ലൈറ്റും അല്ലാത്ത പോലത്തെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ നമ്മൾ തല കണ്ടില്ലേ, അതിൻ്റെ ലക്ഷ്മിയുടെ. ഒരു കുട്ടി ഞാലിയായിട്ടുള്ള ലക്ഷ്മിയുടെ കമ്മൽ, ഒരു മീഡിയം സൈസ് സ്റ്റഡാണ് കേട്ടോ. അത് വലിയതൊന്നുമല്ല. ഇത് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല പട്ടുസാരികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് അത്. ഇത് എന്തിൻ്റെ കൂടിയും പോവും, ചുരിദാറിൻ്റെ കൂടെയും ഒക്കെ ചേർന്ന് പോവും കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ. എനിക്കൊരു 10 വെറൈറ്റി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടമാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിന് വേണ്ടി വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറേ കളക്ഷൻ കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളത് വെച്ച് നിങ്ങൾക്ക് കാണിച്ച് തരേണ്ടതാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസാണ് അടുത്തത് ഞാൻ കാണിക്കണത്. അപ്പോൾ ഇത് നേരത്തെ കണ്ട കാശിൻ്റെ മാങ്ങ. അപ്പോൾ ഇതിൻ്റെ തന്നെ നെക്ലസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ മാങ്ങയുടെ ഇതിലുള്ള നെക്ലസ് ഉണ്ടായിരുന്നു. ഞാൻ പറ്റിയെങ്കിൽ വിചാരിച്ചിട്ടുണ്ട് സെറ്റായിട്ട് കാണിക്കണമെന്ന്. പക്ഷേ അതിനുള്ള നേരം കിട്ടാത്തത് കൊണ്ടാണ്. കുട്ടികളുള്ള കാരണം നമ്മൾ 3 പേർക്കും ആരെങ്കിലും ഒരാൾ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിശദമായിട്ട് കാണിക്കാൻ പറ്റാത്തത്. എല്ലാത്തിനും സെറ്റായിട്ട് നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹിന്ദുസായാലും ബ്രൈഡ്സിന് ആവശ്യമുള്ള സാധനമായാലും മുസ്ലിംസിൻ്റെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും എന്തെങ്കിലും ചോദിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് കാണിച്ച് തരാനുള്ള അസൗകര്യം വരുമ്പോഴാണ് നമ്മൾ പതുക്കെ ഒഴിഞ്ഞു മാറുന്നത്. അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മളത് എല്ലാതും കാണിച്ച് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അറിയാം. പിന്നെ ഇതിൽ 1-2 പേര്, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പലയിടത്തും പോയിട്ട് അങ്ങനെ കമൻ്റ് ഇടുന്നത് കണ്ടു. വളരെ മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണെന്ന് എനിക്കത് മനസ്സിലാവണില്ല. വെറുതെ എന്താ പറയുക, മറ്റേ ചാനലിൽ തന്നെ കുറേ കിടന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ടും കൂടി വരികയെന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമം. വെറുതെ എന്താ പറയുക, ബിസിനസ്സിൽ അത് പെടുത്തരുത് കേട്ടോ. നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം എവിടെ വേണമെങ്കിലും തീർത്തോ, പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ലക്ഷ്മിയുടെ കരിമണിയുണ്ട്, ലക്ഷ്മിയുടെ ഗോൾഡും ഉണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ പാറ്റേൺ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇപ്പോൾ കാശും കണ്ടു, ലക്ഷ്മിയും കണ്ടു. ഇനി അടുത്തത് വരുന്നത് നമ്മളുടെ ബ്ലാക്ക്, പല കളറുകളാണ് കേട്ടോ. ഇത് ഈ ഡംബൽസ്
ഈ ഒരു ഞാലിമ വരുന്ന ഡംബൽസാണ്. അപ്പോൾ ഈ ഡംബൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ മണിയാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് കുറേ ഐറ്റംസ് വരുന്നത്. നെക്ലസ്, കമ്മൽ, വള, മാല, അങ്ങനെ കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് ഉണ്ട്, റൂബി വൈറ്റ്, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെയാണ്. അത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ചെറുതാണ്. മുമ്പ് വന്നിരുന്നത് കുറച്ചും കൂടി വലുതായിരുന്നു. അപ്പോൾ ചിലർ 3ഉം 4ഉം കളറിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയവരുണ്ട് കേട്ടോ. പക്ഷേ ഇത് ലാവൻഡറാണ് കേട്ടോ. ലാവൻഡർ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ചെറുതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന വലിപ്പമാണിത്. ചെറിയൊരു തൊട്ട് വലിയൊരു വരെ ഉപയോഗിക്കാവുന്ന ഒരു വലിപ്പമാണ്. മുമ്പ് വന്നിരുന്നത് ഞാൻ പറഞ്ഞില്ലേ വലുതായിരുന്നു. അപ്പോൾ കുട്ടികൾക്കത് പറ്റില്ലായിരുന്നു. ഇത് പക്ഷേ ഏത് പ്രായക്കാർക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഡിമ്പിൾ ഊരാണ്ടിട്ടിരുന്നത് ഈ കമ്മലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ബ്ലാക്ക്, ബ്ലൂ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കളേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വീഡിയോസും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഏത് കളറാണ് ഉള്ളതെന്നും ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും. അപ്പോൾ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കാത് ഓട്ടടയൂല്ല എന്നാൽ പിരി എല്ലാനും. കാരണം ചില കുട്ടികളുടെ പറയും പിരി പോയിട്ട്, സ്വർണ്ണത്തിൻ്റെ പിരി പോയിട്ടാണ് നമ്മളിത് വാങ്ങിക്കണേന്ന് പറയും. അപ്പോൾ ചിലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഊരിയിട്ട് പിൻ ടൈപ്പ് ഇടുമ്പോൾ ഓട്ടടയണമെന്ന് പറയും. ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കമ്പി കോർക്കയും അത്യാവശ്യം തടിയുള്ള ഒരു ഇതാണ്. ഇവിടെ കാതിൽ കിടക്കുന്ന ഭാഗം അത്യാവശ്യം സൈസുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഓട്ടടയുന്ന ഒരു സംഭവം ഇതിൽ വരില്ല കേട്ടോ. അപ്പോൾ ഇതിലത്തെ കളേഴ്സ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. 6 കളർ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. വൈറ്റ്, റൂബി വൈറ്റ്, അങ്ങനെ 6 കളറുണ്ട്. പിന്നെ ഇത് ഞാൻ റൂബിയുടെയും റൂബി വൈറ്റിൻ്റെ ഒക്കെ സ്റ്റഡ്സ് കാണിച്ചെങ്കിലും ഈ സംഭവം ഞാൻ കാണിക്കാൻ വിട്ടുപോയതല്ല, ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ മറ്റേ വീഡിയോയിൽ ഇതുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളിത് കാണുന്നവരൊന്ന് മൈൻഡിൽ വെക്കുക, ഇതിലാണ് ഈ കമ്മലുള്ളതെന്നുള്ളത്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, തംബ്നെയിലിൽ ഇതിലത്തെ ഒരെണ്ണം വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ ഇതിനകത്താണ് ഈ സംഭവം എന്നുള്ളത്. അങ്ങനെ ഇതും മയിലുകൾ, പലതരം മയിലുകൾ. വൈറ്റ് ഉണ്ട്, വൈറ്റും റൂബിയും കൂടി ഇതുണ്ട്, റൂബി മാത്രം ഉള്ളതുണ്ട്. 3ഓ 4ഓ പാറ്റേണാണ് ഉള്ളത്. ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഈ മയിലിന്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ എടുക്കണ സ്റ്റോണൊക്കെ നല്ല, എന്താ പറയുക, ഐഡി സ്റ്റോൺ, നല്ല തരം സ്റ്റോണൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറുതാണ് മയിൽ, മറ്റേത് ഭയങ്കരമല്ല വലുതാണ്. രണ്ടും മയിലാണെങ്കിലും രണ്ടും 2 പാറ്റേൺ കേട്ടോ. അതുപോലെ ഇതിൻ്റെ മറ്റേ തണ്ട് ശരിക്കും നടുക്കാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. കാതിലിങ്ങനെ ശരിക്കും കയറി കിടക്കും. ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ തുമ്പത്താണ് അതിൻ്റെ കുഴ വരിക. അപ്പോൾ ഓട്ടയിൽ കിടക്കുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നടുക്കാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ചെവി കവർ ചെയ്ത് കിടക്കും കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ്. അങ്ങനെ എല്ലാതും അതെ, ഒന്നിനും മെച്ചാണ് കേട്ടോ. ഡിസൈൻസും കാര്യങ്ങളൊക്കെ എല്ലാതും നല്ലതാണ്. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ ഇട്ടിരുന്നു, വലിയ കമ്മലൊക്കെ ഇട്ടാൽ. പക്ഷേ ഇപ്പം എന്തോ എനിക്ക് വലിയ ഇതിടുമ്പോൾ ചേരില്ല എന്നൊരു തോന്നലായി. പിന്നെ പ്രായവും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില സംഭവങ്ങൾ എനിക്കെന്തോ ചേരാത്ത പോലെ തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൈയോടെ സ്ക്രീൻഷോട്ട് എടുത്തയയ്ക്കുക. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഇന്ന സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം മനസ്സിലാവും. സ്ക്രീൻഷോട്ട് എടുത്താൽ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ ഓർണമെൻറ്റ്സിൻ്റെ വിശേഷങ്ങൾ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് വേഗം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോസ് എന്നും പറയണ പോലെ തന്നെ 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.